എല്ലാവർക്കും നമസ്കാരം. അഭിയാൻ ടത്തു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലെ പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പഴയ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ എല്ലാവരും വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യും കേട്ടോ. നമുക്ക് കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടെല്ലാം കൊണ്ടാണ് ഞാനെല്ലാം സപ്പോർട്ട് ചെയ്ത് കുറച്ചാളെ കണ്ടുവരുന്നതേ ഉള്ളൂ കേട്ടോ. പണ്ടത്തെ എല്ലാവരും ഞാൻ കണ്ടു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഞാൻ ഇതുപോലത്തെ രണ്ട് കപ്പും പിന്നെ ഭാഗവും അത് 2.25 കപ്പ് മൈദയാണ്. മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. കപ്പ് കോൺഫ്ലോർ ആണ് കേട്ടോ. അത് നമുക്കിതിൽ അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പിന്നെ 1/2 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കപ്പിൻ്റെ പകുതി 1/2 കപ്പ് നമുക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല ഫ്ലഫി ആക്കി എടുക്കാം. മീഡിയം ടു ഹൈയിൽ എടുക്കാം കേട്ടോ. നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 3 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നത്. 3 മുട്ട എടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഓരോ മുട്ടയായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. ഓരോ മുട്ട മീഡിയം ടു ലോ സ്പീഡിലായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കും. നമ്മൾ 3 മുട്ടയെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 1/2 കപ്പ് ബട്ടർ മിൽക്കാണ്. ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ. നമുക്ക് അടിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പ്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഇനോ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ ട്രേ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ തടവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ട്രേയിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ടാപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഓവനിലേക്ക്. നമുക്ക് ഞാനിങ്ങനെ
സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 30 മിനിറ്റ്സ്. ബാക്കി വന്ന ബാറ്റർ ഒരു ചെറിയ വീണ്ടും ഒരു ട്രയലിട്ടിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുക്കറിൽ വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ, ഓവനില്ലാണ്ട്. ബാക്കി വന്ന ബാറ്റർ ഒരു ചെറിയ വീണ്ടും ഒരു ട്രയലിട്ടിട്ടുണ്ട്. ഞാൻ കുക്കറിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കുക്കറിൽ വെച്ച് ചെയ്ത് നോക്കാം കേട്ടോ, ഓവനില്ലാണ്ട്. ഇത് കുക്കറില്ലേ, പ്രഷർ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാ അതിലേക്ക് നമുക്ക് ഇത് ട്രേ വെച്ച് കൊടുക്കാം. ട്രേയിൽ ബാറ്ററി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇടികല്ലാണ് ഞാൻ വെക്കുന്നത്. ഇടികല്ല് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഓവന് കുറച്ച് തണിയട്ടെ, തണിയ വെക്കാം. സോഫ്റ്റ് കേക്ക് അപ്പോൾ അത് സ്കൂളിൽ നിന്നെല്ലാം വന്നു കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. എന്താ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയത് കാണിച്ചു തരാം കേട്ടോ. ഇത് ടാപ്പ് ചെയ്യട്ടെ. ഇതാണ് അടിപൊളി കേട്ടോ. കുക്കറിൽ ആണ് ഇത് നമ്മൾ ഓവനിൽ വെച്ചതിനേക്കാട്ടും സോഫ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ നല്ല വെരി വെരി സോഫ്റ്റ് കേട്ടോ, ടേസ്റ്റി. നമുക്കിത് കുക്കറിൽ വെച്ചത് ആദ്യം മുറിച്ചെടുക്കാം കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് കേക്കാണ് കേട്ടോ. ചെയ്യാം കേട്ടോ. സോഫ്റ്റാണ് കേട്ടോ, രണ്ടും നല്ല സോഫ്റ്റാണ്, അടിപൊളിയാണ്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.